Hi all, Anu again. Welcome to the third lecture of Class 10 Physics chapter Magnetic Effects of Electric Current. അപ്പോൾ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ലെക്ചറിൽ നമുക്ക് ഓരോ തരത്തിലുള്ള ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടോപ്പിക്. സോ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഒരു മാഗ്നറ്റ് എന്താണ്, മാഗ്നറ്റിൻ്റെ ഡിഫറെൻറ്റ് പോൾസും ദെൻ അതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു പാറ്റേണും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ നേരത്തെ തന്നെ മനസ്സിലാക്കി, ഒരു കറണ്ട് ക്യാരിയിങ് മെറ്റാലിക് കണ്ടക്ടർ, അതായത് ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു, നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, അതിൻ്റെ അടുത്ത് ഒരു കോമ്പസ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ കോമ്പസിൻ്റെ നീഡിലിന് ഡിഫ്ലക്ഷൻസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്ന ഈ പറയുന്ന കോമ്പസിൻ്റെ നീഡിലിന് ഡിഫ്ലക്ഷൻസ് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കറണ്ട്, അതായത് അതിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അടുത്തിരുന്ന ആ ഒരു കോമ്പസിൻ്റെ ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്ത് നോക്കി, ആ സെയിം സർക്യൂട്ടിൽ അതേപോലെ തന്നെ കോമ്പസ് അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ബാറ്ററിയുടെ ടെർമിനൽസ് നേരെ തിരിച്ച് കണക്ട് ചെയ്തു. അതായത് കറണ്ടിൻ്റെ ഫ്ലോ റിവേഴ്സ് ചെയ്തു. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ റിവേഴ്സ് ചെയ്തപ്പോൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾറെഡി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ, കോമ്പസ് പ്ലേസ് ചെയ്ത് നോക്കുക ചെയ്യുക. അപ്പോൾ ആദ്യം കോമ്പസിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്ത സെയിം ഡയറക്ഷനിൽ അല്ല, രണ്ടാമത് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പം ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അതായത് കറണ്ട് എങ്ങോട്ട് ഒഴുകുന്നു, എവിടെ നിന്ന് എങ്ങടേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നതെന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണമായിരുന്നു, നമ്മൾ ഈ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിയാൽ ഈ പറയുന്ന കോമ്പസിനുണ്ടാകുന്ന ഡിഫ്ലക്ഷനും കൂടും. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം, നമ്മൾ കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ, കറണ്ടിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ എമൗണ്ടും ഇതിനെ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് പ്രപ്പോർഷനിലാണ്. അതായത് കറണ്ടിൻ്റെ അളവ് കൂടിയാൽ, കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ആ ഒരു കോമ്പസിൻ്റെ നീഡിൽ കൂടുതൽ ശക്തിയായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കോമ്പസിൻ്റെ നീഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻസും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ആ ഒരു കറണ്ടിൻ്റെ എമൗണ്ടും, കൂടുതൽ കറണ്ട് ഉണ്ടോ കുറവാണോ, അതുപോലെ തന്നെ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്, ഇത് രണ്ടും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന, നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറാണ് നമ്മൾ ഇത്രയും നേരം കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ ഷേപ്പും അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഷേപ്പും ആ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ മെയിനായിട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യും, ദെൻ ഒരു സർക്കുലാർ ലൂപ്പ് കൺസിഡർ ചെയ്യും, ദെൻ അങ്ങനെ കുറേയേറെ സർക്കുലാർ ലൂപ്പ് അല്ലെങ്കിൽ കുറേ കോയിൽസ്, സോളിനോയിഡ്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓടിവായോ.
സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടെയുള്ള അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇതാണ്. ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. കുറച്ച് കറണ്ട് ഉള്ളെങ്കിൽ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫ്ലക്ഷനാണ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഡിഫ്ലക്ഷൻസ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ എടുത്തില്ലേ, അയൺ ഫൈലിങ്സ് ഒക്കെ വെതറിയിട്ട്, അതേ മെത്തേഡാണ് നമ്മളിവിടെ നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ സർക്യൂട്ടിൽ കാണുന്ന പോലെ, നമ്മുടെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഇതേ രീതിയിൽ ഒരു കാർഡ്ബോർഡ് അറേഞ്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ അയൺ ഫൈലിങ്സ് വെതറിയിട്ട് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ഒരു സ്ട്രേറ്റ് ലൈനിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ. എങ്ങനെയാണ്? ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് പോലെയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാറ്റേൺ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടറാണ്, അതിൻ്റെ ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. നമ്മൾ കുറച്ചും കൂടി ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിലോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിന് ചുറ്റും വളരെ അടുത്തെടുത്തിട്ടുള്ള സർക്കിൾസാണ്. ദൂരേക്ക് പോകും തോറും ഈ സർക്കിൾസിൻ്റെ തമ്മിലുള്ള അകലം കൂടും, ആൻഡ് അഗെയിൻ റേഡിയസും കൂടും. അതിനർത്ഥം എന്താണ്? ഈ കണ്ടക്ടറിൻ്റെ നോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ദൂരം കൂടുന്തോറും, സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൻ്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറയും. അപ്പോൾ ഡിസ്റ്റൻസുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ അടുത്തടുത്ത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ തൊട്ടടുത്തടുത്തിട്ടുള്ള ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ദെൻ ഇനി നമുക്കറിയേണ്ടത് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ടിൻ്റെ ഫ്ലോ ഏതാണെന്ന് നമുക്കറിയാം. അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതുപോലെ കോൺസെൻട്രിക് സർക്കിളാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഡു വി ഹാവ് എനി റൂൾസ് ഫോർ ദാറ്റ്? അതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ടോ? ഉണ്ട്. നമ്മളുടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കറിയാമെങ്കിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതെന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മളുടെ റൈറ്റ് ഹാൻഡിൽ ഇതുപോലെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളിങ്ങനെ ചുറ്റി പിടിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ പിടിക്കുകയാണ്. ആൻഡ് ഈ നമ്മളുടെ പെൻസിൽ ഷാർപ്പൻ ചെയ്തേക്കുന്ന ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ, അതായത് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് പോയിന്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഈ പറയുന്ന നമ്മുടെ കണ്ടക്ടറിനെ റാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചുറ്റി പിടിക്കുന്ന ഈ ഒരു ഡയറക്ഷനില്ലേ, അപ്പോൾ ഈ ബാക്കിയുള്ള ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനെ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള വിരലുകൾ ഇത് റാപ്പ് ചെയ്തേക്കുന്ന ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇപ്പോൾ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇത് സെയിം ടൈം കറണ്ട് താഴേക്കാണ് ഒഴുകുന്നതെങ്കിലോ നമ്മുടെ റൈറ്റ് ഹാൻഡ് താഴേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെ പിടിച്ചാലോ ഇങ്ങനെയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും കിട്ടും. ഒരു കാര്യം കൂടെ കേട്ടോ, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോർക്ക് സ്ക്രൂ മുറുക്കുകയാണ്. അപ്പോൾ ആ സ്ക്രൂ മുറുക്കുന്നത് കറണ്ടിൻ്റെ ഇപ്പോൾ ഇങ്ങനെ മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറണ്ടിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലാണ് നമ്മൾ കോർക്കിൻ്റെ സ്ക്രൂ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ തിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും, അതായത് കോർക്ക് സ്ക്രൂ തിരിയുന്ന ആ ഒരു ഡയറക്ഷനില്ലേ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറയുന്ന മാക്സ്വെല്ലിൻ്റെ റൂൾ പറയാം. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ ആണ് പഠിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർക്കുലാർ ലൂപ്പ്, കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ്, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന്.
അപ്പോൾ ഇങ്ങനെ നേരെയായിട്ടിരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന് പകരം ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നു, കറണ്ട് ഇതായി ഇങ്ങനെ ഒരു സർക്കുലർ ലൂപ്പിൽ കൂടെ ഒഴുകി തിരിച്ചു പോകുന്നു. ലൈക്ക് ഇങ്ങനെ വെച്ചോ. അപ്പോൾ നമുക്കറിയാം ഇതുവഴി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ് ഇതേ ഡയറക്ഷനിൽ. അപ്പോൾ മക്കളെ, നമ്മൾ ഓൾറെഡി പഠിച്ചു, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് പോകും തോറും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കൂടുതൽ വലുതായി വരും. ദാറ്റ് മീൻസ് അത് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടും തോറും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും എന്ന് പറഞ്ഞു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ഇങ്ങനെ ഉള്ള ഒരു സർക്കുലാർ ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ലൂപ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ പറയുന്ന ഈ സർക്കുലർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതിന് ഏതൊരു പോയിന്റ് എടുത്താലും ഈ പോയിന്റിൽ നിന്ന് ദൂരേക്ക് പോകും തോറും ഈ സർക്കിൾസ് ഇങ്ങനെ ഭയങ്കര വലിയ സർക്കിൾസ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള കറണ്ട് ലൈക്ക് ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗത്തുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ദെൻ ഈ ഒരു ഭാഗത്തുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ, ഈ ഒരു സർക്കുലാർ ലൂപ്പിൻ്റെ സെൻറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ സർക്കുലാർ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് പോലെയാണെന്ന്, അതായത് സെൻറ്റർ ലൈനിൽ. ആൻഡ് അഗെയിൻ ഈ പറയുന്ന എല്ലാ പോയിന്റിൽ കൂടെയുള്ള ഇതിൻ്റെ നമ്മൾ ഡയറക്ഷൻ നോക്കുകയാണെങ്കിലും ഈ സെൻട്രൽ പോയിന്റിൽ കൂടെയുള്ള എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെയും ഡയറക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന സർക്കുലാർ ലൂപ്പിൻ്റെ നടുവിൽ കൂടെ സ്ട്രെയിറ്റ് ലൈനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർക്കുലർ ലൂപ്പിൻ്റെ ഓരോ പോയിന്റിലിൻ്റെയും ആ ഒരു തൊട്ടടുത്തുള്ളതല്ല, അതിൻ്റെ ദൂരത്തേക്ക് വരുന്ന ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. നമുക്ക് മനസ്സിലായി. കാരണം അതിങ്ങനെ ആ ഒരു ബിഗ് സർക്കിൾസിൻ്റെ ആ ഒരു ഓരോ പോർഷൻസും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നമുക്കിനി രണ്ടാമത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്, കറണ്ടിൻ്റെ അളവുമായിട്ട് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ ഈ ഒരു സർക്കുലാർ ലൂപ്പിന് പകരം അവിടെ ഒന്നിൽ കൂടുതൽ ലൂപ്പുകൾ ഉണ്ടെന്ന് വെച്ചോ, എല്ലാത്തിൽ കൂടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം ഈ പറയുന്ന കറണ്ടിൻ്റെ അളവ് കൂടുകയാണ്. കാരണം n കോയിൽസ് ഉണ്ടെങ്കിൽ n ടൈംസ് ആയിട്ട് ഈ പറയുന്ന കറണ്ടിൻ്റെ അളവ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണുന്ന ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയോ അതും അതിന് പ്രപ്പോർഷണലായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കോയിൽസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ഈ സോളിനോയിഡ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഒരു നമ്മുടെ കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിലിണ്ടർ പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണെന്ന് വെച്ചോ, സപ്പോസ്. അപ്പോൾ ഇതിന് ചുറ്റും ഈ കോപ്പർ വയർ നമ്മളിങ്ങനെ വട്ടത്തിൽ ചുറ്റി എടുക്കുക. അപ്പോൾ ഒരു കോയിൽസ് പോലെ അല്ലെങ്കിൽ ഒരു സ്പ്രിങ് പോലെ നമ്മളിങ്ങനെ ഈ കോയിൽ പോലെ ഈ പറയുന്ന ഒരു കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. അതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് തന്നെ വെച്ചു. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് ഞാനൊരു ഇതിൻ്റെ പുറത്തുമേ ചുറ്റുന്നു എന്ന് കാണിക്കാനായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കോയിൽസ് പോലെ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയെടുത്ത് ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വെച്ചോ, n നമ്പർ ഓഫ് ഒരു സ്പ്രിങ് പോലെ. അപ്പോൾ ആ ഷേപ്പിൽ ചുറ്റിയെടുത്തേക്കുന്ന ആ ഒരു കോപ്പർ വയറിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ഒരു കോയിൽസ് ആയിട്ട് നമ്മൾ ചുറ്റിയെടുത്തേക്കുന്ന ആ ഒരു കോപ്പർ വയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോളിനോയിഡ് എന്ന് വിളിക്കാം. മറക്കരുത്, എന്താണ് സോളിനോയിഡ്? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ടിട്ട് ഉള്ള സർക്കുലർ കോയിൽസ്, n നമ്പർ ഓഫ് ടേൺസ് ഉള്ള സർക്കുലർ കോയിൽസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ, അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. അപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പിക്ചറാണ് നമ്മളുടെ ഡയഗ്രത്തിൽ കിടക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിസംബ്ലൻസ് തോന്നുന്നുണ്ടോ? യെസ്, നമ്മൾ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ആ ഒരു പാറ്റേൺ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ സോളിനോയിഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ ഇതുപോലെ ഒരു സൈഡ് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും, നെക്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ്ട്രീം എന്തെന്ന് പറയുന്നത് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ സോളിനോയിഡിനുള്ളിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നു. ദെൻ ബാക്കി പുറത്തേക്കോ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നു. അതായത് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. കണ്ടോ, സോളിനോയിഡിനുള്ളിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്, പുറത്ത് നമ്മളുടെ ഈ ബാക്കിയുള്ള നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറയുന്ന ഇൻസൈഡ് ദ സോളിനോയിഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, സോളിനോയിഡിനുള്ളിലുള്ളത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. എങ്ങനെ? സോളിനോയിഡിനുള്ളിലുള്ളത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ സോളിനോയിഡിനുള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഈ സോളിനോയിഡിനുള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ മെറ്റീരിയലിനെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒരു സോഫ്റ്റ് അയൺ പോലെയുള്ള നമുക്ക് ഈ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ ഈ സോളിനോയിഡിൻ്റെ കോയിലിന് ഉള്ളിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കറണ്ട് ഒഴുകുന്നിടത്തോളം സമയം, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സമയത്ത് ഈ പറയുന്ന നമ്മുടെ അകത്ത് പ്ലേസ് ചെയ്ത മാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായിട്ട് ആക്ട് ചെയ്യും, അതായത് അതിന് മാഗ്നറ്റിക് എഫക്റ്റ് കിട്ടും, അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ സോളിനോയിഡിനുള്ളിൽ വെച്ച് കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക അല്ലേ. ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താ, നോർത്ത് പോള് സൗത്ത് പോള്. ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഈ സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റിയും റിവേഴ്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഓർത്തോണം, ഈ പറയുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് കോയിൽസുമായിട്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ ഒഴുകുന്ന കറണ്ട്, ഫ്ലോ ചെയ്യുന്ന, നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട് കൂടുതലാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എഗെയിൻ കൂടും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതിൻ്റെ പാറ്റേണും ശരിക്കും ഈ പറയുന്ന കറണ്ട് ക്യാരിയും കണ്ടക്ടറിൻ്റെ ഷേപ്പും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബൈ.